നൽകുമാറാവട്ടെ. നമ്മുടെ വീടുകളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഇത് വല്ലാത്തൊരു കാലഘട്ടമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വാട്സപ്പിലൂടെയൊക്കെ യൂട്യൂബിലൂടെയൊക്കെ ഒരു വീഡിയോ കണ്ടു. ഒരു ഉസ്താദിനെ മർദ്ദിക്കുന്ന, തല്ലുന്ന, വല്ലാതെ മർദ്ദിക്കുന്ന ഒരു വീഡിയോ. ഒരു ഉസ്താദിനെ പരസ്യമായി മർദ്ദിക്കുന്ന, വല്ലാതെ തല്ലുന്ന ഒരു വീഡിയോ നമ്മളൊക്കെ വാട്സപ്പിലൂടെ കണ്ടവരാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിലും വാട്സപ്പിലൊക്കെ നമ്മളെല്ലാവരും കണ്ടതായിരിക്കും. എന്തിനാണ് തല്ലിയത്? എന്തിനാണ് ഒരു കുട്ടിയെ, തന്റെ സ്വന്തം കുട്ടിയെ ഉസ്താദ് അടിച്ചു, ഒരു തെറ്റ് കണ്ടപ്പോൾ ഉസ്താദ് അടിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ, ഉസ്താദ് അടിച്ചു എന്നതിന്റെ പേരിൽ, ഒരു തെറ്റ് കണ്ടപ്പോ അടിച്ചു എന്നതിന്റെ പേരിൽ ഉസ്താദ് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉസ്താദിനെ വന്ന് വല്ലാതെ മർദ്ദിക്കുന്ന, തല്ലുന്ന വീഡിയോ നമ്മളെല്ലാവരും കണ്ടവരാണ്. അല്ലാഹു സലാമത്താക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെല്ലാം വല്ലാത്തൊരു കാലഘട്ടമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നല്ല വഴിയിലൂടെ സഞ്ചരിക്കേണ്ടവർ, നമ്മുടെ മക്കൾ നല്ല രൂപത്തിൽ അച്ചടക്കമുള്ള മക്കളായി വളരാൻ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുക്കന്മാർ, അവർ ചെറിയ രൂപത്തിൽ ശകാരിക്കുമ്പോൾ അവർക്ക് നമ്മുടെ മക്കൾ നല്ല രൂപത്തിൽ വളരണമെന്ന് കരുതി നമ്മുടെ മക്കൾക്ക് നല്ല ഗുണങ്ങൾ കാംക്ഷിച്ചുകൊണ്ട് അവർ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അതിനെ നല്ലതായി കാണാൻ ഓരോ രക്ഷിതാക്കൾക്കും സാധിക്കണം. അതല്ലാതെ നമ്മുടെ മക്കളെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഉസ്താദുമാരെ നമ്മൾ കുറ്റപ്പെടുത്തി, അവരെ അധ്യാപകന്മാരെ നമ്മൾ കുറ്റപ്പെടുത്തി അവരെ തല്ലാൻ പോവല്ല വേണ്ടത്. നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്. അവർ നമ്മുടെ മക്കൾക്ക് നല്ല നല്ല മക്കളായി വളരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കളെ അവർ ഉപദേശിക്കുന്നതും നമ്മുടെ മക്കൾക്ക് അവർക്ക് വേണ്ടതെല്ലാം അവർ ചെയ്തു കൊടുക്കുന്നതും നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മുടെ മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഉസ്താദുമാരെ നമ്മൾ എന്താക്കാൻ പാടില്ല. അധ്യാപകരെ നമ്മൾ ചീത്ത പറയാനോ തല്ലാനോ പാടില്ല. അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട ഉസ്താദുമാർ, അതല്ലെങ്കിൽ അധ്യാപകർ ഈ രൂപത്തിലെ രക്ഷിതാക്കൾ പെരുമാറിയാൽ പിന്നെ ഏത് അധ്യാപകർക്കാണ് ഒരു കുട്ടിയുടെ വിഷയത്തിൽ ആത്മാർത്ഥത ഉണ്ടാവുക? ആർക്കും ആത്മാർത്ഥത ഉണ്ടാവാതെ ആത്മാർത്ഥത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നുകൂടെ നമ്മുടെ മക്കൾ നല്ല രൂപത്തിൽ വളരാൻ, ഇനി നമ്മുടെ മക്കൾ നല്ല നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളായി വളരാൻ നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിലും പ്രത്യേകമായി ശ്രദ്ധ പുലർത്തണം. അല്ലാഹു നമ്മുടെ മക്കളെ എല്ലാം സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. നല്ല മക്കളാക്കി വളർത്തി തരുമാറാവട്ടെ. നല്ല സ്വാലിഹീങ്ങളായ, ആലിമീങ്ങളായ, ഹാഫിളീങ്ങളായ, അല്ലാഹുവേ നിന്നെ പേടിച്ച് ജീവിക്കുന്ന, മാതാപിതാക്കൾ അനുസരിക്കുന്ന മക്കളാക്കി തരട്ടെ. നമ്മുടെ മക്കൾ നല്ല രൂപത്തിൽ വളർന്നു വരണമെങ്കിൽ നല്ല അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ നാളെ ലഹരിക്കും, കഞ്ചാവിനും, മയക്കുമരുന്നിനും അടിമകളായി മാറും. നാളെ ഒരു പക്ഷേ മാതാപിതാക്കളെ ധിക്കരിക്കുന്ന, ഉമ്മയെ തല്ലുന്ന, ബാപ്പയെ തല്ലുന്ന മക്കളായി മാറും. ആ രൂപത്തിലായി കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി നമ്മൾ വളർത്തണം. അല്ലാഹു നമ്മുടെ മക്കളെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അതിനെന്ത് വേണം? നല്ല അറിവ് പഠിപ്പിച്ചു കൊടുക്കണം. നല്ല അറിവ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നല്ല രൂപത്തിൽ നമ്മുടെ മക്കൾ വളരുമ്പോൾ അൽഹംദുലില്ലാഹ്, നാളെ നമ്മൾ മരിച്ച് ഖബറിന്റെ അകത്ത് കിടക്കുമ്പോൾ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി, ബാപ്പാക്ക് വേണ്ടി, വല്യപ്പാക്ക് വേണ്ടി, വല്യമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല മക്കളായി വളരും. മരിച്ചുപോയവർക്ക് വേണ്ടി ഫാത്തിഹകളും യാസീനുകളും ദിക്റുകളും എല്ലാം ചൊല്ലി ദുആരക്കുന്ന നല്ല മക്കളായി നമ്മുടെ മക്കളൊക്കെ വളരും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്നലെ കോടമ്പുഴയിൽ നിന്നൊരു ഉമ്മ